എല്ലാവർക്കും കേരള ഫുഡ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നൈസ് പത്തിരി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ പൊടി ഒന്ന് വാട്ടിയെടുക്കുന്നതിനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. നമ്മളിവിടെ ഒരു ചെറിയ അളവിലാണ് ചെയ്യുന്നത്, 1 കപ്പ് അരിപ്പൊടിയുടെ അളവിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 1.25 കപ്പ് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കാം. വെള്ളം തിളച്ച് വരുമ്പോഴത്തേനും കുറച്ച് വെള്ളമൊക്കെ വറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതും കൂടെ കണക്കാക്കിയാണ് നമ്മൾ 1.25 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളിപ്പോൾ ഗ്ലാസ്സിലാണ് അളന്നെടുക്കുന്നതെങ്കിൽ 1 ഗ്ലാസ് അരിപ്പൊടിക്ക് 1.25 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ അളന്നെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പവും അപ്പവും ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു അരിപ്പൊടിയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ എല്ലാ ഭാഗത്തേക്കും വെള്ളം മിക്സായി കിട്ടണം. ഇപ്പോൾ പൊടിയെല്ലാം വെള്ളവുമായിട്ട് നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് ഈ അടുപ്പിൽ നിന്ന് ഇത് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് കുഴച്ചെടുക്കണം. 10 മിനിറ്റിന് ശേഷം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റിയിട്ടുണ്ട്. ഒരു ചെറിയ ബൗളിൽ ഇങ്ങനെ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക. കാരണം ഇത് നല്ല ചൂടാണിത് മാവിന്. നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ വെള്ളത്തിൽ കൈ ഒന്ന് മുക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. കൈ പൊള്ളാതിരിക്കും. നല്ല ചൂടുണ്ട്. എന്നാൽ ഈ ചൂടോട് കൂടി തന്നെ നമ്മളിത് കുഴച്ചെടുക്കണം. എന്നാലാണ് കറക്റ്റായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കൈ പൊള്ളുന്ന പോലെ തോന്നുമ്പോൾ വെള്ളത്തിൽ നിന്ന് ജസ്റ്റ് മുക്കി കൊടുക്കുക. നല്ലതുപോലെ ഇത് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു 8-10 മിനിറ്റോളം ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. അപ്പോഴാണ് നല്ല നൈസായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള പത്തിരി നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മളൊരു 8-10 മിനിറ്റോളം ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ കുഴിഞ്ഞു പോകുന്ന പരുവത്തിൽ അത്ര നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവെല്ലാം ചെറിയ ചെറിയ ബോൾസാക്കി ഒരു കാസറോളിൽ ഇട്ട് വയ്ക്കാം. പുറത്ത് നമ്മൾ വെറുതെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചൂടും ആറിപ്പോവും. മാവ് ആകെ അങ്ങ് ഡ്രൈ ആവും. അപ്പോൾ കാസറോളിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുകയാണെങ്കിൽ ചൂടും ആറിപ്പോവില്ല, അതുപോലെ തന്നെ ഡ്രൈ ആയി പോകത്തില്ല. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഓരോന്നോരോന്നെടുത്ത് നമുക്ക് പരത്തിയെടുത്താൽ മതി. ഒരു പാത്രത്തിൽ കുറച്ച് അരിപ്പൊടി എടുത്ത് വെക്കുക. പരത്തിയെടുക്കുമ്പോൾ നമുക്കിത് ആവശ്യമുണ്ട്. ഇനി നമുക്ക് പരത്താൻ തുടങ്ങാം. ഓരോ ബോളുകളും ഇങ്ങനെ എടുത്ത് കയ്യിൽ വെച്ചൊന്ന് ഉരുട്ടിയ ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത ശേഷം അരിപ്പൊടിയിലൊന്ന് മുക്കിയെടുക്കുക. നമ്മളൊരു ചപ്പാത്തി പലകയിലാണിത് പരത്തിയെടുക്കുന്നത്. അപ്പോൾ ആ പലകയിലും കുറച്ച് അരിപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. എത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കാമോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക. അധികം ബലം കൊടുക്കരുത്. ബലം കൊടുക്കാതെ സോഫ്റ്റായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നല്ല എക്സ്പേർട്ട് ആയവർക്ക് നല്ല കറക്റ്റായിട്ട് റൗണ്ടിൽ പരത്തിയെടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ അവസാനം ഒരു പാത്രം വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. നൈസായിട്ട് എത്രത്തോളം നൈസായിട്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ഇവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാനായിട്ട് ഒരു പാത്രം വെച്ചിട്ട് ആ പാത്രത്തിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്തെടുക്കുന്ന മാവ് നമുക്ക് അവസാനം കുഴച്ച് വീണ്ടും പത്തിരി ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, വളരെ നൈസായിട്ടാണ് നമ്മളിത് പരത്തിയെടുത്തിരിക്കുന്നത്. നല്ല ട്രാൻസ്പെറൻ്റ് ആണ്. എൻ്റെ കൈ ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അപ്പുറത്തെ സൈഡിലുള്ള എൻ്റെ കൈ വരെ കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്ക് നൈസായിട്ട് നമ്മൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. നമ്മൾ മുഴുവൻ പത്തിരിയും ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കണം. പത്തിരി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടാവണം. പത്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാനിന് നല്ല ചൂടുണ്ടാവണം. എന്നാലാണ് പത്തിരി പൊങ്ങി വരുള്ളൂ. പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പത്തിരി ഇട്ട് കൊടുക്കാം. പത്തിരിയുടെ മുകളിലുള്ള അധികമുള്ള പൊടിയെല്ലാം ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ പൊടി ആകെ അങ്ങ് കരിഞ്ഞു പോകും. പത്തിരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് പാനിന് നല്ല ചൂടുണ്ടായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
കുറച്ച് വലിയ പാനാണെങ്കിൽ 3-4 എണ്ണമൊക്കെ ഒന്നിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിൽ ചെറിയ ചെറിയ കുത്തുകൾ വരാൻ തുടങ്ങുമ്പോഴത്തേനും നമുക്ക് തിരിച്ചിടണം. തിരിച്ചിട്ട ശേഷം പയ്യെ പയ്യെ ഇതൊന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അന്നേരം നമുക്ക് ഒന്നും കൂടി ഇത് തിരിച്ചിടണം. ചെറുതായിട്ട് പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടി തിരിച്ചിടാം. ഇപ്പോൾ പത്തിരി വീർത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലതുപോലെ പൊങ്ങി വരും. ഈ സമയത്ത് തീ ഹൈ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കുക, എന്നാലാണ് ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുക്കാം. അങ്ങനെ ആദ്യത്തെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാ പത്തിരിയും ഉണ്ടാക്കിയെടുക്കാം. അടുത്ത പത്തിരി ഇടുന്നതിന് മുമ്പായിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതിൽ പൊടി വല്ലതും പറ്റി പിടിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്ന് തൂത്ത് കളയുക. അല്ലെങ്കിൽ ആ പൊടി ഇരുന്ന് കരിഞ്ഞ് ഇതിലേക്ക് പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പത്തിരി എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എല്ലാ പത്തിരിയും നല്ല അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്ര സിമ്പിളാണ് നമുക്ക് പത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പത്തിരിയുടെ കൂടെ സെർവ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ ലൈറ്റായിട്ട് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ പത്തിരി ഒന്ന് സോക്ക് ചെയ്ത ശേഷം ചിക്കൻ കറി കൂട്ടിയാണ് ഞാനിവിടെ സെർവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുക. ഏത് നോൺ വെജ് കറിയുടെ കൂടെയും പത്തിരി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ച് സോക്ക് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, അത് ഓപ്ഷണലാണ്. അങ്ങനെ ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. നമ്മളിതിൻ്റെ കൂടെ സെർവ് ചെയ്യുന്നത് ഒരു ഈസി ചിക്കൻ കറിയാണ്. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ഇതിൻ്റെ റെസിപ്പി. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി കറിയുടെ കൂടെ അല്ലാതെ തേങ്ങാപ്പാൽ ഒഴിച്ച് മാത്രമാണ് പത്തിരി കഴിക്കുന്നതെങ്കിൽ തേങ്ങാപ്പാലിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിനി പത്തിരിയിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തൊന്ന് സോക്ക് ചെയ്യുകയാണ്. സോക്ക് ചെയ്ത ശേഷം നമ്മുടെ ഈസി ചിക്കൻ കറി ഇതിൻ്റെ സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.